ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ 1-2 ആഴ്ച മുന്നേ ജസ്റ്റ് എൻജോയ് പത്തോസിൻ്റെ കുറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ള പീസ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള മണി പ്ലാന്റിൻ്റെയും അതുപോലെ തന്നെ പത്തോസിൻ്റെയും കുറച്ച് കളക്ഷൻസാണ്. നേരത്തെ പറഞ്ഞ പോലെ എൻജോയ് പത്തോസ് ഉണ്ട്, അതുപോലെ തന്നെ സാറ്റേൺ സിൽവർ സാറ്റേൺ മണി പ്ലാന്റ് ഉണ്ട്, പിന്നെ നിയോൺ പോത്തോസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മാർബിൾ ക്യൂൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ ഇതുപോലെ നിയോൺ പത്തോസ് ചെയ്തിട്ടുള്ളൊരു ലീഫ് കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൊരു പോട്ടാണ്. ഈ രീതിയിൽ ഇന്ന് നമ്മൾ മാർബിൾ ക്യൂൻ വെച്ചിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയിൽ മേലെയായി. ചെടി ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ വലിയൊരു കട്ടിങ്സ് എടുത്തിട്ട് അതിൽ നിന്ന് ലീഫുകളൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ട് ഒരു ബണ്ണോ അല്ലെങ്കിൽ ചെറിയൊരു കയറോ ഉപയോഗിച്ച് കെട്ടിയിട്ട് ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഈ ഒരു മോഡൽ തന്നെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കി നമ്മൾ വീടിൻ്റെ മുകളിൽ ബാൽക്കണി സൈഡിൽ ഇൻഡോറായിട്ട് ചെറിയ ചെറിയ ഡെക്കറേറ്റീവ് പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള പോത്തോസിൻ്റെയും അതുപോലെ തന്നെ മണി പ്ലാന്റിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ്. അപ്പോൾ ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെയും സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡൈനിങ് ഏരിയയിൽ അതുപോലെ തന്നെ വിൻഡോ സൈഡിൽ കിച്ചൺ ഏരിയയിലൊക്കെ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് മണി പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഹാങ്ങിങ് മെത്തേഡിലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട്. ഹാങ്ങിങ് ആകുമ്പോൾ നല്ല വള്ളി പോലെ നീണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഓരോ